Students, welcome to our maths class. In the previous class, we learned about different types of triangles and its area. Yes, today we are going to study and its problems. Okay, students, listen here. ടീച്ചറുടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് അല്ലേ? ഇത് എന്ത് ട്രയാങ്കിളാ? യെസ്, ബിലോ 90 ഡിഗ്രിയിലെ ട്രയാങ്കിൾസ്, അതായത് മൂന്ന് ആംഗിൾസും എന്താണ് 90 ഡിഗ്രിക്ക് താഴെയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ഹൈറ്റ് തന്നാലേ അതിൻ്റെ ഏരിയ കാണാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് മൊത്തമായിട്ട് എങ്ങനെയാണ്, ഒന്ന് 3ഉം ഒന്ന് 2 ആണ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് തന്നത്. പിന്നെ ഒന്ന് ഹൈറ്റും ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു h ഇൻറ്റു a പ്ലസ് ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ നീളത്തിന് എന്താണ് രണ്ട് പാർട്ടാക്കിയിരിക്കണം. അതുകൊണ്ട് ഹാഫ് ഇൻറ്റു h എത്രയാ 6 ഇൻറ്റു പിന്നെ 3 പ്ലസ് 2 is 6. ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 6 6/2 3. പിന്നെയോ 3 പ്ലസ് 2 5. അപ്പോൾ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണിത് ഇതിൻ്റെ ഏരിയ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ 3 തന്നിട്ടില്ല, ഇവിടെ 2 തന്നിട്ടില്ല. പകരം ഇവിടുന്ന് ഇതുവരെ ഒരു 7 ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഹാഫ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ഈ നീളത്തിന് നമ്മൾ L കൊണ്ട് സൂചിപ്പിക്കാം. ഒന്ന് മാത്രമേ തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് കിട്ടും? യെസ്, ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 7. ഇവിടെ 3 പ്ലസ് 2 5 ആയിരുന്നു. ടീച്ചർ ഇവിടെ 7 ആണ് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ കിട്ടുക യെസ് 3 ഇൻറ്റു 7 21 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെ ഒരു നീളം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ L കൊണ്ട് സൂചിപ്പിക്കണം. ഓക്കെ, ക്ലിയർ സ്റ്റുഡൻസ്? ഇവിടെ 3 തരത്തിൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇതിൻ്റെ ഇക്വേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇത് പറയുന്നത്. ഇതെന്താ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ സൈഡ്സ് അല്ല, രണ്ട് പെർപെൻഡിക്കുലർ, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു എന്താണ് എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, ഈ ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അങ്ങനെയാണ്, കുഴപ്പമില്ല. നമുക്ക് ഇത് കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഈ താഴെയുള്ളതിന് നമ്മൾ എന്ത് പറയാം? ബേസ്. ഓക്കെ, ഇനി ഏരിയ കേട്ടോ. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമുക്ക് ഈ രണ്ടളവ് തന്നാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുകൂടെ? നെക്സ്റ്റ് ഇതെന്താ? യെസ്, ബിലോ 90 ഡിഗ്രി. ഇവിടെ എവിടെയെങ്കിലും 90 ഡിഗ്രി കാണാനുണ്ടോ? ഇല്ലല്ലോ, ഒക്കെ താഴെയല്ലേ. അപ്പോൾ ഇവിടുത്തെ ഏരിയ കാണണമെങ്കിൽ നമുക്ക് ഈ ഹൈറ്റ് കിട്ടണം. ഓക്കെ, പിന്നെ ഈ ബേസും. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ യെസ്, ഈ ബേസും ഈ ഹൈറ്റും. ഓക്കെ, അപ്പോൾ എന്താ? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, നമുക്ക് ഇത് മാറിപ്പോകാതിരിക്കാൻ നമുക്ക് ഇതിന് ഒരു ലെങ്ത് ഒന്ന് കൊടുത്താലും കുഴപ്പമില്ല. ഹാഫ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ലെങ്ത്തോ ബേസോ ഇങ്ങനെയായിരുന്നു. ഈ താഴെയുള്ളതിനെ നമ്മൾ ബേസ് എന്ന് പറയാം. ദെൻ ഇതെന്താ? ഇതെന്താ ട്രയാങ്കിളാ? യെസ്, എബോ. കണ്ടോ, ഇത്ര ഉള്ളൂ 90 ഡിഗ്രി, അതിലും കൂടുതൽ. അപ്പോൾ എബോ 90 ഡിഗ്രിയാണ്. അപ്പോൾ എബോ 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾസിന് നമുക്ക് എന്ത് കാണണം? ഹൈറ്റ്. ഇവിടെ നോക്കൂ, നമ്മൾ ഈ ഇവിടുന്ന് ഹൈറ്റ് വരയ്ക്കുമ്പോൾ പുറത്തേക്കാണ് വരുന്നത് അല്ലേ? അല്ലേ? ടീച്ചർ ഒരു പ്രൂഫ് ചെയ്തിട്ടുണ്ട്, അത് നല്ലോണം പഠിക്കണം. യെസ്, ഈ ഹൈറ്റ് പുറത്തേക്കുള്ള ഈ ഹൈറ്റും പിന്നെ ഈ ലെങ്ത്തും അറിഞ്ഞെങ്കിൽ അവിടെ ഏരിയ കാണാൻ പറ്റും. ഏത് ലെങ്ത്ത്? യെസ്, ഇവിടെ നമുക്ക് AB ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? ഈ ലെങ്ത്തും പിന്നെ ഈ ഹൈറ്റും ഉണ്ടെങ്കിൽ എന്ത് കാണാൻ പറ്റുള്ളൂ? എബോ 90 ഡിഗ്രിയുള്ള ട്രയാങ്കിൾസിൻ്റെ ഏരിയ കാണാൻ പറ്റുള്ളൂ. ഒന്നും കൂടി ശ്രദ്ധിക്കാം. എബോ 90 ഡിഗ്രിയുള്ള ട്രയാങ്കിളിൻ്റെ നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെ ഈ ലെങ്ത്തിലെ അതും പുറത്തേക്കുള്ള നമ്മൾ വരച്ചത് അല്ലേ, ഇങ്ങനെ വരച്ച ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ഹാഫാണിത്
ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഹാഫ് ഇൻറ്റു ഈ ലെങ്ത്തിന് ടീച്ചർ എ ബി തന്നെ കൊടുക്കാം. ഇത് സി, പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഡി ആണ് വരച്ചത്. ഈ സി ഡി ഹൈറ്റ് ആണെങ്കിൽ യെസ്. നിങ്ങളിത് മൈൻഡിൽ ഇങ്ങനെ തന്നെ കരുതണം, എങ്കിലേ നമുക്കൊരു പ്രോബ്ലം തന്നാൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല മനസ്സിലാക്കി വയ്ക്കുക. ഈ ഇക്വേഷൻ 3 തരത്തിൽ ട്രയാങ്കിൾസ് അതിൻ്റെ ഏരിയ കാണാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ടീച്ചർ തന്നത്തെ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ ഇതിൻ്റെ ഏരിയ കാണാം, എങ്ങനെയാണ് നിങ്ങൾ തന്നെ പറഞ്ഞേ. യെസ്, ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 2 അല്ലേ, ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 2. അപ്പോൾ 3 ഇൻറ്റു 2 6, 6ൻ്റെ ഹാഫ് എത്രയാണ്? യെസ്, 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതോ എങ്ങനെ വരിക? യെസ്, ഈ ലെങ്ത്തും ഈ ഹൈറ്റും അല്ലേ, അതിൻ്റെ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 3, 5 ഇൻറ്റു 3 15, 15ൻ്റെ ഹാഫ് അല്ലേ, 50/2 സെൻറ്റിമീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ഇവിടെയോ? യെസ്, ഈ 4ഉം പുറത്തുള്ള ഹൈറ്റും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ തരുന്നില്ല, ക്വസ്റ്റ്യൻ ആയിട്ടാണ് തരിക, ഫിഗർ ആവുള്ള തരില്ല, അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരിക ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 2 8/4 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ടീച്ചർ ഈ പ്രോബ്ലം ചെയ്യുന്ന ഒരു രീതി മെത്തേഡിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത് പഠിക്കുക. അങ്ങനെയായിരുന്നു ഈ ട്രയാങ്കിൾ, അതായത് എബോവ് 90 ഡിഗ്രിയുള്ള ട്രയാങ്കിളിന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നുള്ള ചാപ്റ്ററിൽ ഈ 3 തരത്തിലുള്ള ട്രയാങ്കിൾസിൻ്റെ ഏരിയ കാണാൻ, അത് ഡിഫറെൻറ്റ് ടൈപ്സ് പിക്ചർ തന്നിട്ട്, അതായത് റെക്റ്റാങ്കിളിൻ്റെയും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അങ്ങനെ മിക്സ്ഡ് ആയിട്ടാണ് കാണാനുള്ളത്. ഓക്കെ, നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു പ്രോബ്ലം കൂടി ടീച്ചർ ഡിസ്കസ് ചെയ്യണം, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. The perpendicular sides of right angle triangles are 12 and 15 cm long. Another right angle triangles of same area has one of the perpendicular 18 cm long. What is the length of other? രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്, അതിൻ്റെ ഏരിയ എന്താണ്? സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിസണിന് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് 12ഉം 15ഉം ആണ്. അതേപോലത്തെ വേറൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്, പക്ഷെ അതിൻ്റെ ഒരു സൈഡ്സ് 18 ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഏരിയ സെയിം ആണെങ്കിൽ മറ്റേ സൈഡ് എത്രയാണ്? അപ്പം നമുക്ക് ഇവിടെ എന്തറിയണം? ഏരിയ അറിയാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഏരിയ ഉണ്ട് ഇവിടെ. യെസ്, എങ്ങനെയാണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു അല്ല ബേസ് ഇൻറ്റു ഹൈറ്റോ എങ്ങനെയായാലും, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ 15 ഇൻറ്റു 12 അപ്പോൾ എത്ര കിട്ടും? ഈ 12നെ 2 ഡിവൈഡ് ചെയ്താൽ 6 ഇൻറ്റു 50. യെസ്, 6 ഇൻറ്റു 5 30, 3 1 ഇൻറ്റു 6 6 പ്ലസ് 3 9. അപ്പോൾ 90 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതേ ഏരിയ ആണ് എന്ത്? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ, രണ്ടിൻ്റെ ഏരിയ എന്താണ്? സെയിം ആണ്. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചുള്ളത് ഇവിടുത്തെ മറ്റ് സൈഡ് എത്രയാണ്. അപ്പോൾ ലിസൺ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ് എഴുതിക്കൂടെ? എങ്ങനെയായിരിക്കും? യെസ്, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു 18 ഇൻറ്റു നമുക്ക് ഇതറിയില്ല, ഹൈറ്റ് അറിയില്ല അല്ലേ. യെസ്, ഇസ് ഈക്വൽ ടു 90 ആണെന്ന് അറിയാം. യെസ്, ഇനി 18ൻ്റെ പകുതി 9 ഹൈറ്റ് 90. ഇനി ഹൈറ്റ് കിട്ടാൻ എന്ത് ചെയ്യും? 90 ഡിവൈഡഡ് ബൈ 9 ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. യെസ്, അപ്പോൾ ഇത് എത്ര കിട്ടി? 10 സെൻറ്റിമീറ്റർ. ലിസൺ ഹിയർ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്, അതിൻ്റെ ഏരിയ സെയിം ആണ്. പിന്നെ നമുക്ക് ഒന്നിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ് 12ഉം 15ഉം തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലെങ്ത് തന്നിട്ടുള്ളൂ 18. അങ്ങനെയാണെങ്കിൽ മറ്റ് പെർപെൻഡിക്കുലർ സൈഡിൽ ഒരു സൈഡ് എത്രയാണ്? നമുക്ക് അറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അങ്ങനെ നമുക്ക് 90 കിട്ടി. അപ്പോൾ രണ്ടിൻ്റെ ഏരിയ സെയിം അല്ല. അപ്പോൾ ഇതിൻ്റെ ഏരിയ 90 ആണ്, ഇതിൻ്റെ ഏരിയ 9. അപ്പോൾ ഈ സൈഡും 90 ഏരിയയും കിട്ടിയാൽ ഹൈറ്റ് എങ്ങനെ കാണാം? 6. ഇതേപോലെ തന്നെ എങ്ങനെ നമ്മൾ ഏരിയയുടെ ഇക്വേഷൻ അങ്ങനെ എഴുതുക? ഇസ് 90. അപ്പോൾ നമുക്ക് 18നെ 2 ഡിവൈഡ് ചെയ്താൽ 9. പിന്നെ ഇവിടെ ഹൈറ്റ് ഉണ്ടാവും അല്ലേ, ഇസ് 90. ഹൈറ്റ് കാണാൻ എന്ത് ചെയ്യാം? ഇൻറ്റു 90 ഈക്വറ്റിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് 9. അപ്പം 90നെ 9 ഡിവൈഡ് ചെയ്താൽ 10 സെൻറ്റിമീറ്റർ. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമ്മൾ 3 ട്രയാങ്കിൾസും അതിൻ്റെ ഏരിയയും പഠിച്ചു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റിലുള്ള പിക്ചേഴ്സിൽ
അതിൻ്റെ ഏരിയ ഒക്കെ കണ്ടിട്ട് ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയി. ഓക്കെ, താങ്ക് യു.